ഇങ്ങനെ ഡിമാൻഡ് ഹാസ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ സപ്ലൈ ഹാസ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ദാൻ ഡിമാൻഡ് എന്നൊക്കെ പറയില്ലേ. രണ്ടും അതായത് ഇപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു, സപ്ലൈ ഡിക്രീസ് ചെയ്തു, അങ്ങനത്തെ കേസിലൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ സപ്ലൈയും ഡിമാൻഡും ഒന്നിച്ച് ഇൻക്രീസ് ചെയ്തു എന്നിട്ട് സപ്ലൈക്കാണ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് പേപ്പറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചിത്രം വരച്ച് നോക്കാം, എന്നിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലത്. പിന്നെ അതല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, അപ്പോൾ സപ്ലൈ കോൺസ്റ്റൻറ്റ്, പിന്നെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ കോൺസ്റ്റൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കോൺസ്റ്റൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞത് ആ ട്രിക്കൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ അതേ ട്രിക്ക് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, കമ്മിങ് ടു ദ 26th question, the long run equilibrium outcome in monopolistic competition and perfect competition are similar ബിക്കോസ് ഇൻ ബോത്ത് മാർക്കറ്റ് സ്ട്രക്ചർ. എന്താ കാരണം എന്നാണ് ചോദ്യം. സിമ്പിളല്ലേ, ഇവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല, നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ ലോങ് റണ്ണിൽ. അതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ഫ്രീഡം ഓഫ് എൻട്രി അല്ലേ, ഒരു ബാരിയറും എൻട്രിക്ക് ഇല്ല. അപ്പം ഇൻ ദ ലോങ് റൺ ആവുന്ന സമയത്ത് കുറേ പേര് വരും. കുറേ പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല, ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ഡിമാൻഡ് ഷെയർഡ് ആവുകയാണല്ലേ, സോ ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് മാത്രം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് നല്ല ഇണങ്ങുന്നത്. ഫേംസ് വിൽ ഓൺലി ഏൺ എ നോർമൽ പ്രോഫിറ്റ്. അതാണ് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി. നോ ബാരിയേഴ്സ് ടു എൻട്രി ആയതുകൊണ്ടാണ് മെനി സെല്ലേഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ. അതായത് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവില്ലേ, അത്. 27th question, which of the following is the distinguishing characteristic of oligopolies? ദ ഇൻ്റർ ഡിപ്പെൻഡൻസ് എമംഗ് ഫേംസ്. ഞാൻ പറഞ്ഞല്ലോ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു റെസ്പോൺസ് ഒന്നും നോക്കില്ല, പക്ഷെ വെറും 3 ലാർജ് ഡോമിനൻ്റ് ഫേംസ് ഉണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസ്, എന്താണോ അവർ ചെയ്യണതെന്നുള്ളത് നമ്മൾ നോക്കും അല്ലേ. അതായത് ഡോമിനൻ്റ് ആയിട്ടുള്ള ലാർജ് ഫേംസ് ആണല്ലേ ഒലിഗോപോളിയിൽ ഉണ്ടാവുക. അപ്പോൾ ഒരാളുടെ നീക്കങ്ങളെല്ലാതും ഇവരെന്തായാലും ശ്രദ്ധിക്കും. ദ റൈവലിൻ്റെ നീക്കങ്ങളെല്ലാതും ഇവർ ശ്രദ്ധിക്കും അല്ലേ. സോ ദാറ്റ് ഈസ് ഒളിഗോപോളി. സോ ഒളിഗോപോളിൻ്റെ പ്രത്യേകത അതാണ്, ഇൻ്റർ ഡിപ്പെൻഡൻസ് എമംഗ് ദ ഫേംസ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് അല്ല, കിങ്ഡ് ഡിമാൻഡ് കർവാണ് ഇവർക്കുള്ളത്. സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്, അത് നോക്കണ്ട. ദ ഗോൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതൊക്കെ സാധാരണ അല്ലേ, പക്ഷേ മെയിനായിട്ടുള്ള നമ്മളുടെ ആ ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്ന ഒരു സംഭവമാണ് ദ ഇൻ്റർ ഡിപ്പെൻഡൻസ് എമംഗ് ദ ഫേംസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 28th ആണ്, ഇൻ വിച്ച് ഫോം ഓഫ് ദ മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ബൈ എ ഫേം വെരി ലാർജ്. ഡിഗ്രി ഓഫ് കൺട്രോൾ വെരി ലാർജുള്ള മോണോപോളിയിലാണ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് നമുക്ക് പറയാം. സോ ഓപ്ഷൻ എ. ഇനി 29th ക്വസ്റ്റ്യൻ ആണ്, ആവറേജ് റവന്യൂ കർവ് ഈസ് ഓൾസോ നോൺ ആസ് സിമ്പിൾ ഡിമാൻഡ് കർവ് ആണ് അല്ലേ. ആവറേജ് റവന്യൂ കർവ്, ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ തന്നെ പെർ റേഞ്ച് അല്ലേ. പെർ റവന്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെൻസിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൈസ അല്ലേ. എന്ന് വെച്ചാൽ എന്താണ് ആ പ്രൈസ്, ഒരു പെൻസിൽ മീൻസ് വാട്ട്, പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് തന്നെ അല്ലേ. അതാണ് എന്ത് ഡിമാൻഡ് കർവിൽ കാണിക്കുന്നത്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും അല്ലേ. ഓക്കെ, ഇനി അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഡസ് എ ഫേം ഹാവ് നോ കൺട്രോൾ ഓവർ ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. അതായത് ഫേമിന് അങ്ങനെ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റിനോട് തീരെയും കൺട്രോൾ ഇല്ലാത്ത മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളി ഇംപ്ലൈസ് ദാറ്റ് ദ മോണോപോളിസ്റ്റ് ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ഹിസ് കമ്മോഡിറ്റി. യെസ്, ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ ഫ്രം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, യെസ് അല്ലേ. ഫോർ ഡിഫറെൻറ്റ് യൂസസ്, യെസ്, യൂസേജിനനുസരിച്ചിട്ട് നെറ്റ് തീരും അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് വരും അല്ലേ. ഓക്കെ, അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്, യെസ്, ഡിഫറെൻറ്റ് പ്ലേസസിലും, ഇപ്പോൾ ചായപ്പൊടി മണാലി എന്നൊക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു ലൊക്കേഷൻ്റെ, അപ്പം എനി ഓഫ് ദി എബവ് ആണല്ലേ ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആണ് 32. ക്വസ്റ്റ്യൻ നമ്പർ 32 ഈസ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വിൽ ബി പ്രോഫിറ്റബിൾ ഓൺലി ഇഫ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഡിഫറെൻ്റ് ആണെങ്കിലാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആവുക, ഇൻഇലാസ്റ്റിക് ആണെങ്കിലാണ്. അതായത് ബയ്യേഴ്സ് ആരും പ്രൈസിനെ പറ്റി ബോദർ ചെയ്യാത്തവരാണ്, അതായത് വല്ലാണ്ടൊന്നും അവർ റെസ്പോൺസ് ചെയ്യില്ല, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറച്ചിട്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലാണ് നമുക്ക്
നല്ലൊരു ലാഭം കിട്ടാം ഇതിൽ നിന്ന്. ഓക്കെ, അപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ് ഡിഫറെൻ്റ് ആയിരിക്കണം കേട്ടോ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിരിക്കണം. പിന്നെ 33, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഒലിഗോപോളി ദ കിങ്ഡ് ഡിമാൻഡ് ഹൈപ്പോത്തിസിസ് ഇസ് ഡിസൈൻഡ് ടു എക്സ്പ്ലെയിൻ വാട്ട്? പ്രൈസ് റിജിഡിറ്റി ആണ് അല്ലേ. അതായത് പ്രൈസിൻ്റെ റിജിഡിറ്റി, അതായത് ഇവർക്ക് പ്രൈസ് കൂട്ടാനോ കുറയ്ക്കാനോ ആയിട്ട് പറ്റില്ല. റിജിഡ് മീൻസ് അൺചേഞ്ച്ഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 34, ദ ഫേം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇസ് എ പ്രൈസ് ടേക്കർ. സമ്മതിച്ചു. ദിസ് ഡെസിഗ്നേഷൻ ആസ് എ പ്രൈസ് ടേക്കർ ഇസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് യെസ്, ഓപ്ഷൻ ബി നോക്കിയേ, ദർ ആർ സോ മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ് ദാറ്റ് എനി ഇൻഡിവിജ്വൽ ഫേം കനോട്ട് എഫക്റ്റ് ദ മാർക്കറ്റ്. യെസ്, അതാണ് ആൻസർ. കുറേ ബയേഴ്സും സെല്ലേഴ്സും ഉള്ള കാരണം ഒരാൾ പ്രൈസ് വേറെ കൂട്ടി പറഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പം എല്ലാവരും വേറെ ആൾക്കാരിൽ നിന്നാണ് വാങ്ങുക അല്ലേ. അപ്പം എല്ലാവരും ഒരേ പ്രൈസിൽ തന്നെയാണ് വിൽക്കുക എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 35, സപ്പോസ് ദാറ്റ് ദ ഡിമാൻഡ് കർവ് ഫോർ ദ XYZ company slopes downwards and to the right. Okay, we can conclude that coming to option A, the firm operate in a perfectly competitive market. അല്ല, പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണോ ഈ ഫേം ഉള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് അല്ലേ വേണ്ടത്, ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണല്ലേ. ഫേം ക്യാൻ സെൽ ഓൾ ദാറ്റ് ഇറ്റ് വാണ്ട്സ് ടു അറ്റ് ദ എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നല്ല റെസ്പോൺസ് കൂടുതലുള്ളതുകൊണ്ടാണ് അല്ലേ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയത്. ഇലാസ്റ്റിക് ആണ് ഡിമാൻഡ് കർവ്. We have to check other points also. Other option നോക്കാം. The XYZ company is not a price taker in the market because it must lower price to sell additional units of output. Yes, ഇത് നല്ലൊരു പോയിൻ്റാണ്. ബിക്കോസ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് കുറയ്ക്കും തോറും ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക അല്ലേ. സോ അപ്പോൾ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആളുകൾ വാങ്ങും. ഓൾസോ ഈ ഫേം പ്രൈസ് ടേക്കർ അല്ല, പ്രൈസ് മേക്കർ ആണല്ലേ. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഉള്ളവരൊക്കെ പ്രൈസ് മേക്കറാണ്. Question number 36. If firms in the toothpaste industry have the following market share, which market structure would best describe the industry? ഓക്കെ, അപ്പോൾ ടൂത്ത് പേസ്റ്റിൽ ഫസ്റ്റ് അത് 18.7 ആയിട്ടുണ്ട്. പിന്നെ ഡെൻറ്റി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ 14.3, ഷിനി ബ്രൈറ്റ് ഇസ് 11.6. ഐ കാൺ ബിലീവ് ഇറ്റ്സ് നോട്ട് ടൂത്ത് പേസ്റ്റ്. 9.4, ബ്രൈറ്റ് ദാൻ വൈറ്റ് 8.8, പിന്നെ 7.4, പിന്നെ 20, എല്ലാം കൂടിയിട്ട് ബാക്കിയുള്ള എല്ലാം കൂടിയിട്ട് ചെറുകിട പേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കൂടി 29.8 ആണ് മാർക്കറ്റ് ഷെയർ പിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ ടൂത്ത് പേസ്റ്റ് മാത്രം 18.7 മാർക്കറ്റ് ഷെയർ പിടിച്ചിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ഒരൊറ്റ ടൂത്ത് പേസ്റ്റിനാണ്. അപ്പോൾ അത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഡോമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒലിഗോപോളി എന്ന് പറയാം ഈ ഇൻഡസ്ട്രീനെ കേട്ടോ. ബിക്കോസ് ഒരെണ്ണം മാത്രം ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് 10ലും താഴെ വിരലിൽ എണ്ണാവുന്ന ഫ്യൂ ലാർജ് ഫേംസാണ് ഒലിഗോപോളി എന്നുള്ളത്. അപ്പം അത് ഇവർ തന്നെയാണ് ഒലിഗോപോളി. നേരെ മറിച്ച് മോണോപോളിസ്റ്റിക് ആയിരുന്നെങ്കിൽ ഈ ബുക്കിലൊന്നും എഴുതാൻ പറ്റില്ല. ഒരു 2 പേജ് ഉണ്ടാവും മോണോപോളിസ്റ്റിക്കിൻ്റെ ആൾക്കാരെ പറഞ്ഞാൽ, അവരുടെ പേര് പറഞ്ഞാൽ. ഓക്കെ, ബിക്കോസ് നമ്മൾ പറഞ്ഞല്ലേ മെനി നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ആണ് 37. The kinked demand curve model of the oligopoly assumes that അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം. The response of consumers to a price increase is less than the response to a price decrease. The response of consumers to a price increase is more than the response to a price decrease. അപ്പം ഇത് നല്ലൊരു പോയിൻ്റാണ്. പക്ഷെ മേലത്തെ പോയിൻറ്റും ഇതും തമ്മിൽ കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ കിങ്ഡ് ഡിമാൻഡ് കർവ് സെല്ലറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്നിട്ട് ഇതൊന്ന് വായിച്ചു നോക്കും. സെല്ലറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ദ റെസ്പോൺസ് ഓഫ് കൺസ്യൂമേഴ്സ് ടു എ പ്രൈസ് ഇൻക്രീസ് ഈസ് മോർ ദാൻ ദ റെസ്പോൺസ് ടു എ പ്രൈസ് ഡിക്രീസ് അല്ലേ. മേലെ നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ പറഞ്ഞില്ല, കിങ്ങിൻ്റെ മേലെ അയാളുടെ ഡിമാൻഡ് നഷ്ടപ്പെടുന്നതാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. അടിയിലേക്ക് പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് രീതിയിൽ റെസ്പോൺസ് വരും, അതാണ് പറയുന്നത്. അപ്പം ഇതല്ലേ നല്ലത്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇസ് മോർ ദാൻ ദ റെസ്പോൺസ് ടു എ പ്രൈസ് ഡിക്രീസ് എന്നുള്ളതല്ലേ നല്ലത്, പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് സെല്ലറിൻ്റെ രീതിയിൽ പറയുന്നത്. അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
മേലത്തെ പോയിന്റിൽ പ്രൈസ് ഇൻക്രീസ് ഈസ് ലെസ് ദാൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ എപ്പോഴാണോ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോഴാണ് അല്ലേ കൂടുതലായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുക അല്ലേ? അപ്പം ലെസ് ആയിട്ടാണോ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്? അല്ലല്ലോ, മോർ ആയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ്. എ ഫേം എൻകൗണ്ടേഴ്സ് ഇറ്റ് ഷട്ട് ഡൗൺ പോയിന്റ് വെൻ. എപ്പോഴും ഇങ്ങനെ ഈ ഫേമിൻ ഷട്ട് ഡൗണിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വാരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഫിക്സ്ഡ് കോസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റാണ്. അത് നമ്മൾ ശരിക്കും കൂട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഫേം ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നത് അവരുടെ വാരിയബിൾ കോസ്റ്റുമ്മലാണ് കേട്ടോ. അതായത് കുറേ മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? വാരിയബിൾ കോസ്റ്റായിട്ടുള്ള ഡേ ടു ഡേ ചിലവിനുള്ള പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഫേം ഓപ്പറേഷൻ നടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വാരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ പ്രൈസും ഈക്വൽ ആവുന്ന പോയിൻ്റ് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഞാൻ വാരിയബിൾ കോസ്റ്റ് മാത്രമേ കൂട്ടുള്ളൂ എൻ്റെ കേക്കിന്. ഓക്കെ, അപ്പോൾ ആ കേക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് 600 റുപ്പീസ് ആണെങ്കിൽ അതേ പ്രൈസ് 600 റുപ്പീസാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പ്രൈസ്. അതേ കോസ്റ്റ് തന്നെയാണ്, അതേ കോസ്റ്റാണ് വാരിയബിൾ കോസ്റ്റായിട്ട് എനിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആവറേജ് വാരിയബിൾ കോസ്റ്റും പ്രൈസും ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഷട്ട് ഡൗൺ ചെയ്യും. സോ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈക്വൽസ് പ്രൈസ് അറ്റ് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഈ പ്രോഫിറ്റ് മാക്സിമൈസിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് നോക്കിയിട്ട് കാര്യമില്ല, അത് എല്ലാ ഓപ്ഷനിലും ഉണ്ട് അല്ലേ? Suppose that at the profit maximizing level of output a firm finds that market price is less than the average total cost. ഓക്കെ, അപ്പോൾ കോസ്റ്റിന് ആവറേജ് ടോട്ടൽ കോസ്റ്റിനേക്കാളും ചെറുതാണെന്ന്. അപ്പോൾ ആവറേജ് ടോട്ടൽ കോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം കോസ്റ്റിനേക്കാളും ചെറുതാണ് പ്രൈസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഏത് കോസ്റ്റിനേക്കാളുമാണ് ഈ രണ്ട് കോസ്റ്റും ആഡ് ചെയ്തത്, വേരിയബിളും ഫിക്സ്ഡും ഒക്കെ ആഡ് ചെയ്ത കോസ്റ്റിനേലും താഴെയാണ്. അപ്പോൾ പ്രശ്നമില്ല ആ പ്രൈസിന്. ബട്ട് ഗ്രേറ്റർ ദാൻ ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ്. ഓക്കെ, ആവറേജ് വാരിയബിൾ കോസ്റ്റിനേലും ഗ്രേറ്റർ ആണ്. ഓക്കെ, അത് മതിയില്ലേ നമുക്ക്? അതായത് ആവറേജ് വാരിയബിൾ കോസ്റ്റിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളെ പ്രൈസിന് അല്ലേ? കാരണം പ്രൈസ് എന്ന് പറഞ്ഞത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് കർവിനേലും മേലെയാണല്ലോ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാരിയബിൾ കോസ്റ്റിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിനെയാണ് മറികടക്കാൻ പറ്റാത്തത്. അത് സീനില്ല, അത് ലോങ് റൺ ആകുമ്പോഴേക്കും നമ്മളത് എന്ത് ചെയ്യും, ഇത്തിരിശ് അത് കടക്കും നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റിനെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫിക്സ്ഡ് കോസ്റ്റിനെ പരിഗണിക്കുകയില്ല, ആവറേജ് വാരിയബിൾ കോസ്റ്റിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേമിന് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി നോക്കിയത് ഫേം ഷുഡ് കണ്ടിന്യൂ ഓപ്പറേഷൻ ഇൻ ദ ഷോർട്ട് റൺ ഇൻ ഓർഡർ ടു മിനിമൈസ് ഇറ്റ്സ് ലോസസ്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഷട്ട് ഡൗൺ എന്നാണ് പറയുന്നത്. ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഷട്ട് ഡൗൺ അപ്ലൈ ചെയ്യുക പ്രൈസ് ലെസ് ദാൻ, ഈ പ്രൈസിൻ്റെ ഈ കർവ് ഉണ്ടല്ലോ അത് ലെസ് ദാൻ ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ആണെങ്കിലാണ്. ഇതിപ്പോൾ ആവറേജ് വാരിയബിൾ കോസ്റ്റിനേക്കാളും എബവ് ആണ് അല്ലേ? സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇനി 40th ക്വസ്റ്റ്യൻ ഈസ് when price is less than average variable cost at the profit maximizing level of output a firm should. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആവറേജ് വാരിയബിൾ കോസ്റ്റിനേലും താഴെയാണ്. അതായത് വാരിയബിൾ കോസ്റ്റ് പോലും കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രൈസിന്. അതായത് വാരിയബിൾ കോസ്റ്റിനേക്കാളും മേലെ ആയിരിക്കണം, എന്നാലാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. വാരിയബിൾ കോസ്റ്റിനേലും താഴെയാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീരെയും കോസ്റ്റ് പോലും കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യണം. So shut down since it cannot even cover its variable cost if it stays in business. Okay, ഓപ്ഷൻ ഡി ആണ് ആൻസർ. പിന്നെ 41 എ പ്യുവർലി കോമ്പറ്റിറ്റീവ് ഫേംസ് സപ്ലൈ ഷെഡ്യൂൾ ഇൻ ദ ഷോർട്ട് റൺ ഈസ് ഡിറ്റർമൈൻഡ് ബൈ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാനൊരു പിക്ക് കാണിച്ചത് കണ്ടോ, ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ദ ഫേം ഇൻ എ കോമ്പറ്റിറ്റീവ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടോ വൺ ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് ദി MC കർവ് ഓഫ് എ ഫേം in a perfectly competitive industry is that it depicts the firm's supply curve. അതായത് MC കർവ് തന്നെയാണ് അത്ര സപ്ലൈ കർവ്. ദ ഷോർട്ട് റണ്ണിൽ സപ്ലൈ കർവ് എന്ന് പറഞ്ഞത് MC ആണ് ആരുടെ? പെർഫെക്റ്റ്ലി കോമ്പറ്റിറ്റീവ് ഇൻഡസ്ട്രീന്. സോ ദിസ് ക്യാൻ ബി ഷോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ. കണ്ടോ, ഈ പ്രൈസ് ടേക്കിംഗ് ഫേം അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൻ്റെ MC കണ്ടോ, MC തന്നെയാണ് ഇപ്പുറത്തെ ഫിഗറിൽ കണ്ടോ, ആ MC തന്നെയാണ് എസ്സും, അതായത് സപ്ലൈ കർവും.
ഓക്കെ ഫൈൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ചോദിച്ചിട്ടുള്ള 41th ക്വസ്റ്റ്യൻ. അപ്പോൾ എ പ്യുവർലി കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ സപ്ലൈ ഷെഡ്യൂൾ ഇൻ ദ ഷോർട്ട് റൺ അതും ഷോർട്ട് റൺ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡിറ്റർമൈൻഡ് ബൈ വാട്ട്? ഡിറ്റർമൈൻഡ് ബൈ ദ മാർജിനൽ കോസ്റ്റ് കർവാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഇനി വൺ ക്യാരക്ടറിസ്റ്റിക് നോട്ട് ടൈപ്പിക്കൽ ഓഫ് ഒളിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രി ഒളിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രിയുടെ അല്ലാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ചോദ്യം. ഡോമിനേഷൻ, ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ഒളിഗോപോളിസ്റ്റിക്കിൻ്റെതാണ് കേട്ടോ. പിന്നെ ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് എന്നാണ് ഇവിടെ പറഞ്ഞത്, അതാണല്ലേ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്. ഇവരത് കിങ്ഡ് ഡിമാൻഡ് കർവാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ദ സ്ട്രക്ചർ ഓഫ് ദ ടൂത്ത് പേസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്, ഈ പറഞ്ഞ പോലെ കോൾഡ് ഡ്രിങ്ക്, അതുപോലെ തന്നെ ഈ ടാൽക്കം പൗഡർ, ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എന്ത് ചോദിച്ചാലും അതൊക്കെ മോണോപോളിസ്റ്റിക്കിൻ്റെതാണ് കേട്ടോ. കാരണം കോൾഡ് ഡ്രിങ്കും ടാൽക്കം പൗഡറും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒളിഗോപോളി ആണെന്നുള്ളത്. പിന്നെ ഈ സോപ്പ്, ഡിറ്റർജൻറ്റ് അതൊക്കെ മോണോപോളിസ്റ്റിക് ആണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ അതേപോലെ തന്നെയുള്ളതാണ് ടൂത്ത് പേസ്റ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കും, പ്രീവിയസ്ലി ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ ടൂത്ത് പേസ്റ്റിൻ്റെ, അത് ഒളിഗോപോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഡോമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫ്യൂ ഫേംസിനെ മാത്രമേ അവിടെ, ലാർജ് ഫേംസിനെ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒളിഗോപോളി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം 44th question. The structure of the cold drink industry in India is best described as oligopolistic ആണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ സിമെൻറ്റ്, അലുമിനിയം, പിന്നെ ഓട്ടോമൊബൈൽ, ഇതൊക്കെ നമ്മൾ ആ ഒരു ഒലിഗോപോളിൻ്റെ മാർക്കറ്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒലിഗോപോളിൻ്റെ. 45th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്? പെട്ടെന്ന് എൻ്റെ കണ്ണ് പോയത് ഓപ്ഷൻ സിയിൽക്കാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ബെനിഫിറ്റ് ഫോർ എ ഫേം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് കേട്ടോ ടു ഡിസ്ക്രിമിനേറ്റ് പ്രൈസസ് എന്ന്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അലേർട്ടാണല്ലേ പ്രൈസിനെ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ മോർ ഇലാസ്റ്റിക് ആണല്ലേ. ഒരു ചെറിയ പ്രൈസിൽ മാറ്റം വന്നാൽ നല്ലോണം ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും. അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനാണ്? അപ്പോൾ ഇത് തന്നെയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യുക എപ്പോഴും ഇൻഇലാസ്റ്റിക് ഒക്കെ ഉള്ളിടത്താണ്, അതായത് റെസ്പോൺസ് ഇല്ലാത്തടത്താണ്, റെസ്പോൺസ് കുറവുള്ളിടത്താണ്. റെസ്പോൺസ് കൂടുതലുള്ളിടത്ത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യില്ല ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 46. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ലോങ് റൺ ദർ വിൽ ബി നോ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കേട്ടോ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കുറേ പേര് വരും, ബാരിയറൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ലോങ് റണ്ണിൽ നമുക്ക് വെറും നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കോമ്പറ്റേറ്റീവ് ഫേം ഉണ്ട്, അത് ആരാണെന്നറിയോ? മോണോപോളി കേട്ടോ. ഒരാൾക്ക് അയാളുടെ കഴിവിനനുസരിച്ച് അയാൾക്ക് എത്ര വേണമെങ്കിലും പ്രൈസ് കൂട്ടിയിടുക, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ അയാൾക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ വാങ്ങാൻ പറ്റും. ഇനി 47, അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഇനി 47th ക്വസ്റ്റ്യൻ. വെൻ ഡാഷ് വി നോ ദാറ്റ് ദ ഫേം ആർ ഏർണിംഗ് ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവിനെയാണ് പറയേണ്ടത് കേട്ടോ. അപ്പം അതായത് നോർമൽ പ്രോഫിറ്റ് അതിനൊക്കെ പറ്റി പറയുമ്പോൾ ആവറേജ് കോസ്റ്റ്, ആവറേജ് റവന്യൂ. അപ്പോൾ AC = AR ആകുമ്പോഴാണ് ജസ്റ്റ് നോർമൽ. നേരെ മറിച്ച് AR ഈസ് ഗ്രേറ്റർ ദാൻ AC ആണെങ്കിലോ അബ് നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് കേട്ടോ. ഇതാണ് അബ് നോർമൽ, സൂപ്പർ നോർമൽ. പിന്നെ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? AC ഈസ് ഗ്രേറ്റർ ദാൻ AR. പക്ഷേ നമ്മുടെ ഇക്വിലിബ്രിയം ഇല്ലേ, സപ്ലൈയും ഡിമാൻഡും ഒക്കെ ഈക്വൽ ആവുന്ന ഇക്വിലിബ്രിയം പോയിൻ്റ്, പ്രൈസും ഡിമാൻഡും സപ്ലൈ ഒക്കെ ഈക്വൽ ആണ്, അതാണ് MC = MR. MC കട്ട് MR ഫ്രം ബിലോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കുട്ടിയെ, അതന്നെ. ഓക്കെ, അതൊക്കെ ഇക്വിലിബ്രിയം. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ, സൂപ്പർ നോർമൽ, ലോസിനൊക്കെ പറ്റി പറയുമ്പോൾ ACയും ARും ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോർമൽ മീൻസ് AC = AR. ഇനി 48th ക്വസ്റ്റ്യൻ ഈസ് വെൻ ഡാഷ് we know that the firm under perfect competition must be producing at the minimum point of the average cost curve, so there will be productive efficiency എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു ഫിഗർ കാണിച്ചു തന്നില്ലേ, മറ്റേ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കാര്യമാണല്ലോ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരെ പോകുന്ന സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ആ ഡിമാൻഡ് കർവ് തന്നെയാണ് MR, അതുതന്നെയാണ് AR, അതുതന്നെയാണ് എല്ലാ സംഭവങ്ങളെന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ ഫിഗർ വരച്ച സമയത്ത് AC കണ്ടോ, ACയുടെ മിനിമം പോയിൻ്റ് ആവുന്ന സമയത്ത് അവിടെ PA, AR, MR ഒക്കെ ഈക്വൽ ആവുന്നത്.
അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എ സിൻ്റെ മിനിമം പോയിൻ്റ് ആകുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഒക്കെ മാക്സിമം ആണ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കാന്ന്. അപ്പം ഈ ഒരു ഏരിയ ഒന്ന് നമുക്ക് ഒന്നിച്ച് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ. ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി. എ ലോങ് റൺ കോമ്പറ്റീറ്റീവ് ഇക്വിലിബ്രിയം ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രി ഒക്യൂസ് വെൻ 3 കണ്ടീഷൻസ് ഹോൾഡ് ചെയ്താൽ കേട്ടോ. നോക്കിക്കോ, ഓൾ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി ആർ ഇൻ ഇക്വിലിബ്രിയം ആയിരിക്കണം. ഓൾ ഫേംസ് ആർ മാക്സിമൈസിങ് പ്രോഫിറ്റ്. ഇത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യില്ലേ. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്നെ ഓർക്കേണ്ടത് എന്താണ്, MC=MR. No firm has a incentive either to enter or exist the industry because all firms are earning zero economic profit or normal profit. അപ്പം ഇവിടെയുള്ള ഈ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവുള്ള എല്ലാവരും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതുപോലെ തന്നെ അവരെല്ലാവരും നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സീറോ എക്കണോമിക് പ്രോഫിറ്റ് ആയിരിക്കും ഏൺ ചെയ്യേണ്ടതായിരിക്കുക ലോങ് റണ്ണിൽ. നമ്മൾ പറഞ്ഞല്ലോ കുറേ പേരുള്ളതുകൊണ്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ് നോർമൽ പ്രോഫിറ്റ് ഒന്നും കിട്ടൂല. അപ്പോൾ പിന്നെ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് സച്ച് ദാറ്റ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ദ ഇൻഡസ്ട്രി ഈസ് ഈക്വൽ ടു ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. ഇപ്പോൾ സപ്ലൈയും ഡിമാൻഡ് ഈക്വൽ ആകുമ്പോഴാണ് അല്ലേ അവിടെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. അപ്പം അത് തന്നെയാണ് പറഞ്ഞത്. പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് സച്ച് ദാറ്റ്. അപ്പോൾ പ്രൈസും അവിടെ ഈക്വലാണ് കണ്ടോ. ആ പോയിന്റിൽ മറ്റേ പ്രൈസ് എന്ന് പറഞ്ഞത് തന്നെയാണ് ഡിമാൻഡ് കർവ്, അത് MRും അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, സപ്ലൈ കർവ് എന്ന് പറയുന്നത് MC തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ MCയും ഈക്വലാണ് ആ ഒരു പോയിന്റിൽ. അതുപോലെ തന്നെ AR ഈക്വലാണ്, MR ഈക്വലാണ്, PE ഈക്വലാണ്. അതുപോലെ തന്നെ AC വേണം അല്ലേ. AC കട്ട് ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള സംഭവം അല്ലേ. ഒരു കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം പറയുമ്പോൾ AC കട്ട് ചെയ്യുന്നത് നോക്കണം. അപ്പം ACയും അതുപോലെ തന്നെ സപ്ലൈ കർവ് എന്ന് പറഞ്ഞത് MC ആണ്. അപ്പോൾ അത് രണ്ടും കണ്ടോ കട്ട് ചെയ്യുന്നത്. ഷോർട്ട് റൺ MC ഉണ്ട്, ഷോർട്ട് റൺ AC ഉണ്ട്, ലോങ് റൺ MC ഉണ്ട്, ലോങ് റൺ AC ഉണ്ട്. അതൊക്കെ ഒരുമിച്ച് ഒരൊറ്റ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് എ കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ഫേംസ്. അപ്പോൾ ഇൻ ദ ലോങ് റൺ AR ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു LAC ഈസ് ഈക്വൽ ടു LMC. കണ്ടോ, AR MR LAC ലോങ് റൺ ACയും ലോങ് റൺ MC ഒക്കെ ഈക്വലാണ്. ഇൻ ദ ലോങ് റൺ ഈച്ച് ഫേം അറ്റെയിൻസ് ദ പ്ലാന്റ് സൈസ് ആൻഡ് ഔട്ട്പുട്ട് ലെവൽ അറ്റ് വിച്ച് ഇറ്റ്സ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് എ ലോ ആസ് പോസിബിൾ. ആസ് ലോ ആസ് പോസിബിൾ അത്ര കോസ്റ്റ് സിൻസ് E ഈസ് ദ മിനിമം പോയിൻ്റ് ഓഫ് LAC. കണ്ടോ, ഇക്വിലിബ്രിയം എപ്പോഴും LACയുടെ മിനിമം പോയിൻ്റ് കർവിലാണ്. ദ ഫേം പ്രൊഡ്യൂസസ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OM അറ്റ് ദ മിനിമം ഒപ്റ്റിമം കോസ്റ്റിൽ നല്ല രീതിയിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒപ്റ്റിമം കോസ്റ്റിൽ, അതായത് ACൻ്റെ ഏറ്റവും മിനിമം കോസ്റ്റ് അല്ലേ. കോസ്റ്റ് കർവിൻ്റെ ഏറ്റവും മിനിമം പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കോസ്റ്റ് ലീസ്റ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പം എ ഫേം പ്രൊഡ്യൂസിങ് ഔട്ട്പുട്ട് അറ്റ് ഒപ്റ്റിമം കോസ്റ്റ് ഈസ് കോൾഡ് ഒപ്റ്റിമം ഫേം അല്ലേ. ഒപ്റ്റിമം ഫേം ആണ്. ഒപ്റ്റിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞ കോസ്റ്റിൽ, കുറഞ്ഞ ഒപ്റ്റിമം യൂട്ടിലൈസേഷനിൽ മിനിമം കോസ്റ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻ ദ ലോങ് റൺ ഓൾ ഫേംസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ ഒപ്റ്റിമം ഫേംസ് ഹാവിങ് ഒപ്റ്റിമം സൈസ്. ദീസ് ഫേംസ് ചാർജ് മിനിമം പോസിബിൾ പ്രൈസ് വിച്ച് ജസ്റ്റ് കവർ ദെയർ മാർജിനൽ കോസ്റ്റ്. കണ്ടോ, ജസ്റ്റ് അവരെ മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യുന്ന AC-യിലാണ് അവർ. AC മീൻസ് ACയുടെ മിനിമം പോയിന്റിൽ ഒപ്റ്റിമത്തിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവിടെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ACയും MCയും ഈക്വൽ ആവുന്നതാണ്. സോ ദസ് ഇൻ ദ ലോങ് റൺ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ മാർക്കറ്റ് മെക്കാനിസം ലീഡ് ടു ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ദ ഒപ്റ്റിമാലിറ്റി ഈസ് ഷോൺ ബൈ ദ ഫോളോയിങ് ഔട്ട്കംസ് അസോസിയേറ്റഡ് വിത്ത് ദ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി. ഒപ്റ്റിമം അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, ലീസ്റ്റ് കോസ്റ്റിൽ തന്നെ. അപ്പോൾ ദ ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ മിനിമം ഫീസിബിൾ കോസ്റ്റ്, താങ്ങാവുന്ന ഒരു നല്ല കോസ്റ്റിലാണ്. ഓക്കെ, കൺസ്യൂമേഴ്സ് പേ ദ മിനിമം പോസിബിൾ പ്രൈസ് വിച്ച് ജസ്റ്റ് കവർ ദ മാർജിനൽ കോസ്റ്റ്. കണ്ടോ, MC ഈസ് ഈക്വൽ ടു AR എന്ന് പറയുന്നത്. അതായത് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, MCനോട് ഈക്വലാണ്. AR മീൻസ് പ്രൈസ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ്, അത് MCനോട് ഈക്വലാണ് കേട്ടോ. മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലാന്റ്സ് ആർ യൂസ്ഡ് ടു ഫുൾ കപ്പാസിറ്റി ഇൻ ദ ലോങ് റൺ സോ ദാറ്റ് ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. പ്ലാന്റ്സ് ഫുൾ കപ്പാസിറ്റിയിലാണ്, എക്സസ് കപ്പാസിറ്റി ഒന്നും ഇല്ലാതെ ഫുള്ളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റേജും ഇല്ല. അപ്പോഴാണ് AC ഈസ് ഈക്വൽ ടു MC ആവുന്നത്. MC എന്ന് വെച്ചാൽ ജസ്റ്റ് അവർക്ക് ആ മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പം ഇങ്ങനെ ഫുൾ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മൾ ഫുൾ എഫിഷ്യൻസിയിൽ ഒപ്റ്റിമത്തിലാണ് പോകണമെന്നൊക്കെ പറഞ്ഞാൽ MC=AC ആണ് കേട്ടോ പറയേണ്ടത്. നമ്മൾ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇത് തന്നെയാണ്. ഇനി ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞല്ലോ, നോർമൽ പ്രോഫിറ്റിനെയൊക്കെ പറ്റി പറഞ്ഞാൽ AC=AR എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നേരെ മറിച്ച് മാക്സിമൈസ് പ്രോഫിറ്റ് എന്ന് പറയില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? ഇക്വിലിബ്രിയത്തിനെയാണ് മാക്സിമൈസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് MC=MR ആണ്. ബട്ട് ദ ലെവൽ ഓഫ് പ്രോഫിറ്റ് വിൽ ബി ജസ്റ്റ് നോർമൽ. പിന്നെ ദർ ഇസ് ഒപ്റ്റിമം നമ്പർ ഓഫ് ദ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി. ഇൻ അതർ വേർഡ്സ് LAR=LMR=P=LMC=LAC. There will be optimum allocation of resources. So it should be remembered that perfectly competitive market system is a myth. മിത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മിഥ്യയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ഇമാജിനേഷനാണ്. ദിസ് ഇസ് ബിക്കോസ് ദ അസംഷൻ ഓൺ വിച്ച് ദിസ് സിസ്റ്റം ഇസ് ബേസ്ഡ് ആർ നെവർ ഫൗണ്ട് ഇൻ ദ റിയൽ വേൾഡ് മാർക്കറ്റ് കണ്ടീഷൻസ്. ഓക്കെ, ഇത് പറയാൻ കാരണം മിത്താണെന്നുള്ള അറിഞ്ഞു വെച്ചോ. നമ്മൾ ഈ സോഷ്യലിസ്റ്റ് സൊസൈറ്റി പ്യുവർ സോഷ്യലിസം ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു മെയിൻ എക്സാമിന്. അപ്പം പ്യുവർ സോഷ്യലിസം ശരിക്കും ഇല്ല. പണ്ടത്തെ പോലെ അത്രയും കഠിനമായിട്ട് ഗവൺമെൻറ് മാത്രം ഭരിക്കുന്ന ഒരു ഭരണം ഇപ്പോൾ എവിടെയും കാണപ്പെടുന്നില്ല. എന്തായാലും പ്രൈവറ്റ് ഉണ്ടായിരിക്കും. അപ്പം പ്യുവർ സോഷ്യലിസം നെവർ എക്സിസ്റ്റ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അതുപോലെ തന്നെ ചോദിക്കും പെർഫെക്റ്റ്ലി കോമ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബി കെയർഫുൾ വിത്ത് ദിസ്. പിന്നെ ഇവിടെ കണ്ടോ, നോർമൽ പ്രോഫിറ്റ് പറഞ്ഞാൽ AC=AR. പിന്നെ മാക്സിമൈസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇക്വിലിബ്രിയമാണ്. അപ്പോൾ MC=MR. പിന്നെ ഇങ്ങനെ എഫിഷ്യൻ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാണ്. എഫിഷ്യൻ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് MC=AC ആണ്. കാരണം ഇവിടെ മോണോപോളി എന്ന് പറഞ്ഞാൽ പോളി എന്ന് പറഞ്ഞാൽ തന്നെ സെല്ലാണ് അല്ലേ. അപ്പോൾ മോണോ എന്ന് പറയുമ്പോൾ എലോൺ ടു, പോളി മീൻസ് സെൽ. അപ്പം അതായത് സെല്ലർ. അപ്പം സോണി ആയിരുന്നെങ്കിലോ, സോണി PSONY ആയിരുന്നെങ്കിൽ ബയ്യറാണ് കേട്ടോ. അപ്പോൾ മോണോസോണി എന്ന് പറഞ്ഞാൽ 1 ബയ്യർ. അപ്പോൾ കമ്മിങ് ടു ദ 48th question, when dash we know that the firm under perfect competition must be producing at the minimum point of the average cost curve. So there will be the productive efficiency നെ ചോദിച്ചു കഴിഞ്ഞാൽ MC=AC എന്നാണ് കേട്ടോ പറയേണ്ടത്. ഓക്കെ, അതായത് മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ജസ്റ്റ് അത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള AC. അപ്പോൾ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് മിനിമം ആയിരിക്കും. അങ്ങനെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് MC=MR ആണെങ്കിൽ മാക്സിമൈസിങ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. AR=MR ആണെങ്കിലോ അവിടെയാണ് നോർമൽ പ്രോഫിറ്റ് വരുന്നത് കേട്ടോ. ലോസ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റൊക്കെ പറയും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എപ്പോഴും ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റാണ്, ഷോർട്ട് റണ്ണിലാണ് സൂപ്പർ നോർമൽ. പിന്നെ AC ആണ് വലുത് ARനേക്കാളും എന്നുണ്ടെങ്കിൽ AC ഇസ് ഗ്രേറ്റർ ദൻ AR, റൈറ്റ്? സോ ലോസ് ആണ് മക്കളെ. ബൈ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.